ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ 5 ഫേസസ് ഓഫ് പ്രൊജക്ട് മാനേജ്മെന്റ് ആണ് നോക്കുന്നത്. ഈ ഒരു മൊഡ്യൂൾ 1 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പ്രൊജക്ട് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അതിന് 5 ഫേസസ് ആണുള്ളത്. ഓരോ ഫേസസും നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ നോക്കാം കേട്ടോ. ഫസ്റ്റത്തെ ഫേസ് എന്ന് പറയുന്നത് പ്രൊജക്ടിന്റെ ലൈഫ് സൈക്കിൾ അല്ലെങ്കിൽ പ്രൊജക്ടിന്റെ 5 ഫേസ് പറഞ്ഞാൽ ദ 5 ഫേസസ് ഓഫ് എ പ്രൊജക്ട് മാനേജ്മെന്റ് ഈസ് ഓൾസോ കോൾഡ് പ്രൊജക്ട് ലൈഫ് സൈക്കിൾ. പ്രൊജക്ടിന്റെ ലൈഫ് സൈക്കിൾ എന്നാണ് പറയുന്നത്. ഈ 5 ഫേസസ് എന്ന് പറയുന്നത് ഒന്ന് ഇനീഷ്യേഷൻ ഫേസ് ആണ്, ദെൻ പ്ലാനിങ് ഫേസ്, ദെൻ എക്സിക്യൂഷൻ ഫേസ്, മോണിറ്ററിങ് കൺട്രോൾ ഫേസ്, പ്രൊജക്ട് ക്ലോസ് ഔട്ട് ഫേസ് അല്ലെങ്കിൽ ക്ലോഷർ ഫേസ് എന്ന് പറയും. ഇത്രയും ഫേസസ് ആണുള്ളത്. ഇതിൽ ഇനീഷ്യേഷൻ ഫേസ് എന്ന് പറഞ്ഞാൽ ദ ബിഗിനിങ് ഓഫ് ദി പ്രൊജക്റ്റ് ആണ്. അപ്പോൾ ഇനീഷ്യലൈസേഷൻ ഫേസിൽ അല്ലെങ്കിൽ ഇനീഷ്യേഷൻ ഫേസിൽ നമുക്ക് പ്രൊജക്റ്റിന്റെ ഒബ്ജക്റ്റീവിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഗോൾ എന്ന് പറയുന്നത്. ഫസ്റ്റത്തെ ഫേസിൽ ദ ബിഗിനിങ് ഫേസ് ഓഫ് എവരി പ്രൊജക്ട് വേർ പ്രൊജക്ട് മാനേജർ ഈസ് സെലക്ടഡ്. The project manager will meet the project sponsor and stakeholders to determine the business or technical objective of the project. പ്രൊജക്ട് മാനേജറിനെ സെലക്ട് ചെയ്യുക, പ്രൊജക്ട് മാനേജർ എന്ത് ചെയ്യുന്നു, ഒബ്ജക്റ്റീവിനെ സെറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ എനി ഹിസ്റ്റോറിക്കൽ ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ പ്രൊജക്ട് ബിഗിൻ ടു ഐഡന്റിഫൈ ഹൂ ഈസ് നീഡഡ് ടു പ്രൊജക്ട് ടീം. അപ്പോൾ പ്രൊജക്ട് ടീംസിനെ നമ്മൾ സെലക്ട് ചെയ്യുക, ടീം അംഗങ്ങളെ അല്ലെങ്കിൽ ടീമിനെ സെലക്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഫസ്റ്റത്തെ പ്രൊജക്ടിന്റെ ഫേസ് എന്ന് പറയുന്നത്. ഈ പ്രൊജക്ടിന്റെ ഇനീഷ്യേഷൻ ഫേസിൽ കീ ഔട്ട്പുട്ട്സ് എന്ന് പറയുന്നത് ഡെവലപ്പ് ദ പ്രൊജക്ട് develop project charter, develop the preliminary scope statements, identification of all stakeholders. നമ്മുടെ പ്രൊജക്ടിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഒക്കെ ആരൊക്കെയാണെന്നുള്ളതൊക്കെ ഐഡന്റിഫൈ ചെയ്യുക, അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. ഡിവൈഡ് ദ പ്രൊജക്ട് ഇൻ ടു ഫേസസ്, ഡിഫറെന്റ് ഫേസസിലോട്ട് നമ്മൾ പ്രൊജക്ടിനെ ഡിവൈഡ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ്, ഒരുപാട് ഞാൻ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നില്ല. ദെൻ പ്ലാനിങ് ഫേസ്. ഒരു ഒബ്ജക്റ്റീവ് ഒക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊജക്ടിന്റെ ഫേസിൽ നെക്സ്റ്റ് വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ് പ്ലാനിങ് ഫേസ്. ഒരു പ്രൊജക്ടിന്റെ 5 ഫേസസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫേസും കൂടിയാണ് പ്ലാനിങ് ഫേസ് എന്ന് പറഞ്ഞത്. വൺ ഓഫ് ദ ലാർജ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫേസ് ഓഫ് എവരി പ്രൊജക്ട്, ദ പ്രൊജക്ട് മാനേജർ വിൽ ഡിറ്റർമിൻ ദ ടീം and identify the roles and responsibility of the solidify the scope statements. അപ്പോൾ നമ്മൾ പ്രൊജക്ട് മാനേജർ എന്ത് ചെയ്യുന്നു, ടീം അംഗങ്ങളെ ഡിറ്റർമിൻ ചെയ്യുന്നതും അവർക്കുള്ള റോൾസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യുന്നതൊക്കെ ഈ ഫേസിലാണ് വരുന്നത്. അറ്റ് ദിസ് ഫേസ് പ്രൊജക്ട് മാനേജർ വിൽ ബിഗിൻ ടു ഡെവലപ്പ് എ ഡിഫറെന്റ് പ്രൊജക്ട് പ്ലാൻസ്. ഓരോ പ്രൊജക്ടിന്റെ ഓരോ ഡിഫറെന്റ് ഏരിയാസിനെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഫേസസ് വരുന്നത്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രൊജക്ട് പ്ലാനിലാണ് കമ്മ്യൂണിക്കേഷൻ പ്ലാൻ, റിസ്ക് പ്ലാൻ, ടെസ്റ്റിംഗ് പ്ലാൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് പ്ലാൻസ് ഉണ്ട്. കുറച്ച് ഓരോ പോയിന്റ്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഓരോന്നും നമ്മൾ എടുത്ത് പ്ലാൻ ചെയ്യുക. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ പ്ലാൻ ഹൗ വിൽ യു കമ്മ്യൂണിക്കേറ്റ് യുവർ ടീം ടു യുവർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. എങ്ങനെയാണ് നമ്മുടെ ടീം നമ്മുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു പ്രൊജക്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവും. ഓരോരുത്തരുമായിട്ട് നമുക്ക് മീറ്റ് ചെയ്യേണ്ടി വരും, മീറ്റിംഗ്സ് ഉണ്ടാവും. എങ്ങനെയാണ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. റിസ്ക് പ്ലാൻ, എങ്ങനെയാണ് നമ്മൾ ഹൗ വിൽ റിസ്ക് ബി ഡോക്യുമെന്റഡ്, ഹൗ വിൽ ദേ വിൽ ബി എസ്കലേറ്റ്. നമുക്ക് റിസ്ക് വരുന്ന സമയത്ത് റിസ്കുകൾ വരാനുള്ള ചാൻസസ് ഏതൊക്കെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുക. അതെങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം. ദെൻ ടെസ്റ്റിംഗ് പ്ലാൻ, നമ്മുടെ ഡിഫറെൻറ്റ് പ്രൊജക്റ്റ് ഡിഫറെൻറ്റ് ടെസ്റ്റിംഗ് സ്റ്റേജസ് എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. പ്രൊജക്റ്റിൻ്റെ ടൈം ഷെഡ്യൂൾ അല്ലെങ്കിൽ ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിനെ പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡെവലപ്പ് ദ വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ. വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂൾ നമുക്ക് കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്തിട്ട് ഇത് തന്നെയാണ് നമുക്കുള്ളത്, അതിലുണ്ട്. അപ്പോൾ നമ്മൾ വലിയൊരു പ്രൊജക്റ്റിനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫേസസിലോട്ട് മാറ്റിയിട്ട് അതിനെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ ഇത് വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചറിന് എക്സാമ്പിൾ ആണ് ഒരു ബിൽഡ് ഡെക്ക്. നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫേസസ് ഉണ്ടാവും. അതിൽ ഒന്നാണ് സൈറ്റ് പ്രിപ്പറേഷൻ, പർച്ചേസ് മെറ്റീരിയൽ, കൺസ്ട്രക്ട് ഡെക്ക്, ക്ലീനിങ് അപ്പ്,
ഇങ്ങനെ തുടങ്ങിയിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫേസസിലോട്ട് നമ്മൾ പ്രൊജക്റ്റിനെ ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ് വർക്ക് ബ്രേക്ക് ഡൗൺ. അത് വർക്ക് ചെയ്യുക. ഓക്കെ. ദെൻ പ്ലാനിങ് ഫേസസിൽ നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ്സിനെ മീറ്റ് ചെയ്യുന്ന രീതിയിലോട്ട് നമ്മൾ ആ പ്ലാനിങ്ങിൻ്റെ സ്റ്റെപ്സിനെ എത്തിക്കുക എന്നുള്ളതാണ്. എത്തിയിട്ടില്ലെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. അതിൽ ട്രിപ്പിൾ കൺസ്ട്രെയിൻസ് ഉണ്ട്. നമ്മൾ ടൈമും കോസ്റ്റും സ്കോപ്പിനനുസരിച്ച് നമ്മൾ പ്ലാനിങ് ഇംപ്ലിമെൻറ്റേഷൻ നമുക്ക് മാറിക്കൊണ്ടിരിക്കും. എന്തെങ്കിലും തരത്തിൽ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ പ്ലാൻസിൽ നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. അതാണ് ഈ ഒരു സ്ലൈഡ്സിലുള്ളത്. ദെൻ വരുന്നത് 5 phases ഓഫ് എ പ്രൊജക്ട് മാനേജ്മെന്റിൽ കീ ഔട്ട്പുട്ട്സ് വരുന്നത് എന്തൊക്കെയാണ്? കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്. നിങ്ങൾ പോയിന്റ്സ് ആയിട്ട് പഠിക്കുക, എന്നിട്ട് അതിനെ എലാബറേറ്റ് ചെയ്തിട്ട് എഴുതുക എന്നുള്ളതാണ്. ക്രിയേറ്റ് ദ WBS ആൻഡ് WBS ഡിക്ഷണറി. നമ്മൾ വർക്ക് ബ്രേക്ക് ഡൗൺ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ഔട്ട്പുട്ട്. ദെൻ ഡെവലപ്പ് ദ ഷെഡ്യൂൾ ഡെവലപ്പ് ചെയ്യുക. ഡെവലപ്പ് ദ ബഡ്ജറ്റ്. ഞാൻ ഓരോ പോയിന്റ്സും കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്ന പോയിന്റ്സുകളാണ്. ഡെവലപ്പ് ദ ബഡ്ജറ്റ്. ഡിറ്റർമിൻ ദ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഡെവലപ്പ് ദ കമ്മ്യൂണിക്കേഷൻ പ്ലാൻ. ഡെവലപ്പ് ദ റിസ്ക് പ്ലാൻ. ക്രിയേറ്റ് ദ പെർഫോമൻസ് മെഷർമെന്റ് ബേസ് ലൈൻ. ദെൻ ഡെവലപ്പ് ദ പ്രിലിമിനറി സ്കോപ്പ് സ്റ്റേറ്റ്മെന്റ്സ്. ടെസ്റ്റ് പ്ലാൻ ഒക്കെ ചെയ്യുക. അതുപോലെ തന്നെ ഡിറ്റർമിൻ ദ ക്രിട്ടിക്കൽ പാത്സ്. പ്രിപ്പയർ ദ procurement documents. നമ്മൾ ഡോക്യുമെന്റ്സ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ക്രിയേറ്റ് ദ പ്രോസസ് ഇംപ്രൂവ്മെന്റ് പ്ലാൻ. ദെൻ ഗെയിൻ ദ ഫോർമൽ അപ്രൂവൽ പ്ലാൻസ് ആൻഡ് കീ ഡെലിവേഴ്സ്. നമ്മൾ പ്ലാൻസ് കാര്യങ്ങൾക്കൊക്കെ അപ്രൂവൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ ഓരോ പോയിന്റ്സും നമുക്ക് എക്സാമിന് വരുന്ന സമയത്ത് എലാബറേറ്റ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടി പറ്റും പ്ലാനിങ്ങിന്റെ സ്റ്റേജിൽ. ടൈമിനനുസരിച്ച് ടൈം കൺട്രോൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ ഓരോ പോയിന്റ്സ് നമ്മൾക്ക് മനസ്സിലാക്കി പഠിച്ചു വെക്കുക, അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതുക എന്നുള്ളതാണ്. 5 phases ഓഫ് എ പ്രൊജക്ട് മാനേജ്മെന്റിൽ നെക്സ്റ്റ് വരുന്നതാണ് എക്സിക്യൂഷൻ ഫേസ്. നമ്മൾ ഇതുവരെ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യുക. അഥവാ ഫേസസ് വേർ യു ഡു ദ വർക്ക് ഓർ എക്സിക്യൂട്ട് ദ പ്ലാൻ. നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആയിട്ടുള്ള പ്ലാൻ ചെയ്ത കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. You will spotify the team and conduct the team building exercise. ടീംസിനെ ബിൽഡ് ചെയ്തിട്ട് എടുക്കുക. ദെൻ ഹോൾഡ് ദ പ്രോഗ്രസ് ആൻഡ് സ്റ്റാറ്റസ് മീറ്റിംഗ്സ്. ഫോളോ ദ പ്രോസസ് ഇൻ യുവർ പ്രൊജക്ട് പ്ലാൻസ്. റെക്കമെൻഡ് ദ ചേഞ്ചസ് ആൻഡ് കറക്റ്റീവ് ആക്ഷൻസ് ആൻഡ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്സ്. നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത ഫേസസിൽ എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുക, കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുക. അതിനെ ഇംപ്രൂവ്മെന്റ്സ് അത് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്തിട്ട് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു എക്സിക്യൂഷൻ ഫേസിലുള്ളത്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സൈനിങ് ഓഫ് ദ കീ മൈൽ സ്റ്റോൺ ആർ കംപ്ലീറ്റ്, ഡോക്യുമെന്റ് ആൻഡ് പെർഫോമൻസ് റിപ്പോർട്ട്. നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ചെയ്യേണ്ട ഒബ്ജക്റ്റീവ് ഒക്കെ മാക്സിമം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന എക്സിക്യൂട്ട് ചെയ്യുക. അഥവാ നമ്മൾ എത്തിയിട്ടുള്ള പ്ലാൻ അനുസരിച്ച് ഫുൾ എക്സിക്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ അതിൽ ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ളതാണ് എക്സിക്യൂഷൻ ഫേസിലുള്ളത്. ദെൻ മോണിറ്ററിങ് ആൻഡ് കൺട്രോൾ. The phase where result derived from your process or product are compared to metric you outline a performance plan. നമ്മളിപ്പോൾ ഒരു പെർഫോമൻസ് പ്ലാൻ ഉണ്ടാവും. നമ്മുടെ പ്രൊജക്റ്റ് ഇങ്ങനെ പെർഫോം ചെയ്യണം, ഇതായിരിക്കും നമ്മുടെ ഔട്ട്പുട്ട്. അപ്പം നമ്മൾ കിട്ടിയിരിക്കുന്ന ഔട്ട്പുട്ടുമായിട്ട് നമ്മളിതിനെ കമ്പയർ ചെയ്യുക, അതിനെ മോണിറ്റർ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനനുസരിച്ചുള്ള ആക്ഷൻസ് എടുക്കുക. ഇംപ്ലിമെന്റ് യുവർ ചേഞ്ച് കൺട്രോൾ പ്രോസസ്. നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് നമ്മുടെ പ്രൊജക്റ്റിൽ ഉണ്ടെങ്കിൽ അതിന് ചേഞ്ച് കൺട്രോൾ പ്രോസസ്സ്, അഥവാ ചേഞ്ചസിന് എന്തെങ്കിലും തരത്തിലുള്ള നമ്മുടെ പ്രൊജക്റ്റിന് എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതിനെ ഇംപ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ ചേഞ്ചസ് മാറ്റിയെടുത്തിട്ട് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഡിറ്റർമിൻ ദ വേരിയൻസ് ആൻഡ് ഐഡന്റിഫൈ ദ വാറന്റ് കറക്റ്റീവ് ആക്ഷൻസ് ഓർ ചേഞ്ചസ്. നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുക. ഫെസിലിറ്റേറ്റ് ദ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ ആൻഡ് യൂസ് ഇഷ്യൂ ലോഗ്സും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കറക്റ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ് എടുക്കുക. Then key outputs are receive all signing of the work is completed as per the requirements. എല്ലാം നമ്മുടെ റിക്വയർമെന്റ്സിന് അനുസരിച്ച് എന്ത് ചെയ്യണം, മോണിറ്ററിങ് കൺട്രോൾ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, റിക്വയർമെന്റ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യണം.
ദെൻ അച്ചീവ് ഓൾ പ്രൊജക്ട് അസറ്റ്സ്. എന്തൊക്കെയാണ് നമ്മുടെ പ്രൊജക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം അച്ചീവ് ചെയ്യണം. ക്രിയേറ്റ് ദ ഡോക്യുമെന്റ് ദ ലെസൺ ലേൺഡ്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത നമ്മളെ പ്രൊജക്റ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഡോക്യുമെന്റ് ചെയ്യുക. ഓക്കെ. ദെൻ പ്രൊജക്ട് ക്ലോഷർ ഫേസ് അല്ലെങ്കിൽ ക്ലോസ് ഔട്ട് ഫേസിൽ നമ്മൾ പ്രൊജക്റ്റിന്റെ എല്ലാ കാര്യങ്ങളും സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് ഫേസസ് ആണ് പ്രൊജക്റ്റിന്റെ ക്ലോഷർ ഫേസ് എന്ന് പറയുന്നത്. Then this final phase of the project life cycle and develop the closure procedure, document final performance report. അപ്പോൾ പെർഫോമൻസ് റിപ്പോർട്ടിന്റെ ഡോക്യുമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുക, ഹാൻഡ്സ് ഓഫ് ദ കംപ്ലീറ്റഡ് പ്രൊജക്ട് ആൻഡ് പ്രോസസ് കോഡ്. നമ്മളെ ഹാൻഡ് ഓഫ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ കംപ്ലീറ്റ് പ്രൊജക്റ്റിന് നമുക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സിനും അല്ലെങ്കിൽ നമ്മുടെ ക്ലയന്റിന് നമ്മൾ എന്ത് ചെയ്യുക, ഹാൻഡ് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ റിലീസ് ദ റിസോഴ്സസ് ഒക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്ത റിസോഴ്സസ് എല്ലാം റിലീസ് ചെയ്യുക. കംപ്ലീറ്റ് ദ കോൺട്രാക്ട് ക്ലോഷർ. നമ്മൾ കോൺട്രാക്ട് ചെയ്തിട്ടുണ്ടാവും ഒരു പ്രൊജക്റ്റിന്, കോൺട്രാക്ട് ക്ലോഷേഴ്സിനെ കംപ്ലീറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് പ്രൊജക്റ്റിന്റെ ക്ലോഷറിലുള്ളത്. പോയിന്റ്സ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് അതിനെ എലാബറേറ്റ് ചെയ്തിട്ട് എഴുതാവുന്നതാണ്. കീ ഔട്ട്പുട്ട്സ് എന്ന് പറയുന്നത് receive all signing off work and complete as per the requirements, index and achieve all project assets, create and document the lesson learned. സാധാരണ രീതിയിൽ നമ്മളെ മോണിറ്ററിങ് കൺട്രോളിൽ വരുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇത്. ക്ലോഷർ ഫേസിലാവുന്ന സമയത്ത് നമ്മൾ കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്തിട്ട് എല്ലാ ഒബ്ജക്റ്റീവ്സ് ഓൾറെഡി കളക്ട് ചെയ്തിട്ടുണ്ടാവും. അതിൽ നമ്മളെ പെർഫോമൻസ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എല്ലാ ഡോക്യുമെന്റ്സും കംപ്ലീറ്റ് ചെയ്യുക. നമ്മളെ പ്രൊജക്റ്റിനെ ക്ലോസ് ചെയ്യുന്ന ഫേസ് ആണ് ക്ലോഷർ ഫേസ് എന്ന് പറയുന്നത്.